അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈനക്സ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ചെറിയ വീടുണ്ടാക്കാനാണ്. അപ്പോൾ ഇത് നമ്മുടെ സർവൈസ് സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാം വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ ഇതേപോലത്തെ കിടിലും വീഡിയോസ് നമ്മൾ തുടർച്ചയായി ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് വുഡ് കളക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വുഡാണ് നമ്മുടെ വീടിന് എന്തായാലും അത്യാവശ്യം അറിയാലോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി വുഡ് കളക്ട് ചെയ്യണം. എന്ത് വില്ലേജറൊക്കെ വീടിൻ്റെ ഒക്കെ എത്തിക്കണം. എന്തായാലും ആവട്ടെ ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ വുഡ് കളക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വുഡ് കളക്ട് ചെയ്യുമ്പോൾ അതായത് നമ്മൾ വില്ലേജ് നമ്മളെ കഴിഞ്ഞ ദിവസം എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തതാണ് ഗൈസ്. അപ്പം എന്തായാലും വുഡ് കളക്ട് ചെയ്യണം. അതേപോലെ നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാനുള്ള സ്ഥലം കണ്ടു വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കാട്ടിലൊക്കെ ചെന്ന് അത്യാവശ്യം വുഡ് നമുക്ക് കളക്ട് ചെയ്യാം. അതുപോലെ അടുത്ത വീഡിയോ എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് എന്തായാലും കുറേ പരിപാടി ഉണ്ട്. നമുക്ക് ബ്രീഡർ ഉണ്ടാക്കണം, അയൺ ഫാം ഉണ്ടാക്കണം, അതുപോലെ നമുക്ക് നെതറിൽ പോകണം, ഇൻഡിവിജ്വലി പോകണം. അങ്ങനെ നമുക്ക് കുറേ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീരീസിൽ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്താണ് നമ്മൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ തുടർച്ചയായി വീഡിയോയുടെ എന്തായാലും ശ്രമിക്കുന്നതാണ്. എന്തായാലും നമ്മുടെ നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്, ഏകദേശം ഒരു ഈവനിങ് ആയിട്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ പോയി കിടന്നുറങ്ങി രാവിലെ നമുക്ക് വീണ്ടും ഫുഡ് കളക്ട് ചെയ്യാൻ വരേണ്ടി വരും ഗൈസ്. എന്തായാലും നമുക്ക് അത്യാവശ്യം ഫുഡ് വേണം. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ വീടാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊരു 64 സ്റ്റാക്കൊക്കെ മതിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഫുഡ് കളക്ട് ചെയ്തിട്ട് പോയിട്ട് നൈറ്റാണ് നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. നമ്മൾ റിസ്ക് എടുക്കുന്നില്ല ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അത്യാവശ്യം ഫുഡ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോകാം. നമുക്ക് അതേപോലെ കിടന്നുറങ്ങാം. അതുപോലെ നമുക്ക് നാളെ തന്നെ നമ്മളെ വീടിൻ്റെ പണി തുടങ്ങണം. അതേപോലെ അത്യാവശ്യം ഫുഡും കളക്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കെന്താ പറയുക, നമ്മൾ അത്യാവശ്യം കിടിലൻ വീടാണെന്ന് വെച്ചാൽ അത്രയും ഉണ്ടാവില്ല. നമ്മൾ ചെറിയ വീട് തന്നെയാണ് പണിയുന്നത്. അപ്പോൾ എന്തായാലും വീട് ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരം പോയി കിടന്നുറങ്ങാം. അതിനുമ്പോൾ എന്തായാലും നമുക്ക് പട്ടിക്ക് എന്തായാലും ഫുഡ് കൊടുക്കണം. പട്ടിക്ക് ഫുഡ് കൊടുത്തിട്ട് കുറേ ദിവസമായി. എന്തായാലും പട്ടിക്ക് നമുക്ക് എന്തായാലും ഫുഡ് കൊടുക്കണം. എന്തായാലും നമ്മുടെ ചെസ്റ്റിൽ എന്തെങ്കിലും നോക്കട്ടെ. ചെസ്റ്റിൽ നമ്മുടെ ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ബീഫ് കൊടുക്കണം. നമ്മുടെ സോംബിയർച്ചി ഉണ്ട്. എന്തായാലും സോംബിയർച്ചി നമുക്ക് പട്ടിക്ക് കൊടുക്കാം. അത് കഴിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി എന്തെങ്കിലും സോംബിയർച്ചി അവിടെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം. എന്നിട്ട് നമുക്ക് രാവിലെ എന്തെങ്കിലും പോയി നമുക്ക് വീണ്ടും വുഡ് കളക്ട് ചെയ്യാം. വൈസ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ട് നമുക്ക് നേരെ നമ്മുടെ വുഡ് കളക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ വുഡ് കളക്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് കുറേ പരിപാടി ഉണ്ട് ഗൈസ്. എന്തായാലും വുഡ് കളക്ട് ചെയ്യണം. എന്തെങ്കിലും കുറച്ച് ദൂരത്ത് പോയി വുഡ് കളക്ട് ചെയ്യുന്നതായിരിക്കും സേഫ് ഗൈസ്. എന്തായാലും ഇപ്പോൾ അവിടെ സോംബീസ് കാര്യങ്ങളൊക്കെ സ്പോണായിട്ടുണ്ടാവും. കാണാനൊന്നുമില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഈ മരമൊക്കെ മുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ആ കാണുന്ന ഐലൻഡ് പോലത്തെ സ്ഥലത്തേക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. നമ്മൾ പോലും അറിഞ്ഞില്ല ഈ ക്രീപ്പർ ഭയങ്കര ശല്യമാണ് ഗൈസ്. ക്രീപ്പർ നമ്മൾ പോലും അറിയാണ്ട് ക്രീപ്പർ ഒന്ന് പൊട്ടിയേക്കാം. എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കേണ്ട അത്യാവശ്യം ഡേഞ്ചർ പോലെയാണ്. അതായത് ഈ ഫോറസ്റ്റിൻ്റെ ഏരിയൻ്റെ അടുത്ത് നിന്നാൽ സോംബിയും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. എന്തായാലും നമുക്ക് കുറച്ച് ദൂരത്ത് പോയിട്ട് എന്തായാലും ഇതാക്കാം ഗൈസ്. എന്തായാലും അത്യാവശ്യം നല്ലൊരു കിടിലൻ വേൾഡ് തന്നെയാണ് ഗൈസ് നമുക്ക് കിട്ടിയേക്കണത്. എന്തായാലും സ്ഥലം കൊള്ളാം. എന്തായാലും ഇവിടെ നമുക്ക് എൻഡ് വേൾഡ് കണ്ടുപിടിക്കണം. എന്തായാലും നെതർ പോർട്ടലൊന്നും എന്തായാലും ഈ ഏരിയയിൽ കാണാനില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലാവ കണ്ടുപിടിക്കണം. അതുപോലെ ലാവ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്തായാലും നെതർ പോർട്ട് കുഴി കാണുന്ന റോട്ടിൽ കൂടെ ഒക്കെ ഫുള്ള് പോയില്ല. അതാണ് ഈ മൈൻക്രാഫ്റ്റിൻ്റെ അതിന് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ ബാഗ് ബ്ലോക്കും കൂടെ പൊട്ടിച്ച് നമുക്ക് മേലെ കയറിയതിന് ശേഷം നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ബാക്കി വുഡും കൂടെ മറിക്കാം. എന്തായാലും നമ്മൾ അപ്പുറത്തെ ഐലൻഡിൽ പോകണില്ല ഗൈസ്. അപ്പോൾ അത്ര റിസ്ക് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് ഈ ഐലൻഡിൽ നിന്ന് തന്നെ അത്യാവശ്യം വുഡ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം പോയി നമുക്ക് വേഗം നമ്മുടെ വീട് പണി തുടങ്ങണം. എന്തായാലും നമ്മൾ അത്യാവശ്യം വുഡ് തന്നെ കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 64 സ്റ്റാക്ക് വുഡ് മതി ഗൈസ്. എന്തായാലും നമ്മൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ വുഡ് കളക്ട് ചെയ്തതിന് ശേഷം കാണാം. 3 hours later. അപ്പോൾ ഗൈസ് നമ്മൾ ആവശ്യത്തിനുള്ള വുഡ് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ വുഡ് നമ്മൾ പ്ലാങ്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പ്ലേസ് കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ വീടുണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ടാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഡേർട്ടൊക്കെ നമുക്ക് എന്തായാലും ഇതാക്കി എടുക്കാം. ഡേർട്ട് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഷവൽ ഉണ്ടാക്കണം. തൽക്കാലം ഷവൽ ഉണ്ടാക്കി നമുക്ക് കുറച്ചുകൂടി ഈസി ആവും ഗൈസ്. എന്തായാലും നമുക്ക് പോയി വേഗം ഷവൽ ഉണ്ടാക്കിയിട്ട് വരാം. നമ്മൾ അയങ്കോളൊക്കെ ഉണ്ട്. അയങ്കോളൊക്കെ ഫുൾ സീനാണ് ഗൈസ്. നമ്മൾ അയങ്കോളം നമ്മളെ നല്ല ഫുൾ പ്രൊട്ടക്ഷനാണ്. സോംബീൻ്റെ ഒന്നും കാണില്ല. ഈ ക്രീപ്പർ മാത്രമേ ഉള്ളൂ. ഈ ക്രീപ്പറിനെ അയങ്കോളം കൊല്ലൂല. അതുകൊണ്ട് ക്രീപ്പർ മാത്രമാണ് ഒരു വിഷയം. എന്തായാലും നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ശവൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ വീട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ പട്ടിയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളെ സ്റ്റിക്കും അതേപോലെ നമ്മുടെ അയണും എടുത്തേക്കാം. അയൺ എടുത്തതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ ശവൽ ഉണ്ടാക്കാം ഗൈസ്. ശവൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് നമ്മുടെ ബാക്കി ആ സ്ഥലവും കൂടെ അങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ശവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മുടെ സ്റ്റിക്കും അയണും കൂടെ അവിടെ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത എല്ലാവരും പോയി കഴിഞ്ഞ എപ്പിസോഡ് കാണുക ഗൈസ്. കഴിഞ്ഞ എപ്പിസോഡ് അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ് എന്തായാലും മസ്റ്റ് വാച്ചാണ്. അപ്പോൾ അതെന്തായാലും പോയി കാണുക.
അപ്പം നമ്മുടെ സീഡും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവിടെ പോയി അവിടെ നമ്മുടെ സ്ഥലം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അയൻകോളം ഗൈസ്, അയൻകോളം നമ്മൾ ഫുൾ ടൈം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. 2 മരം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ സ്ഥലം എന്തെങ്കിലും ക്ലീൻ ആക്കി എടുത്തേക്കാം ഗൈസ്. ചെറിയ വീടാണ്, എന്തായാലും നമുക്ക് ഈ സ്ഥലം ഒന്ന് വേഗം ക്ലീൻ ആക്കി എടുത്തേക്കാം. അതേപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കീപ് സപ്പോർട്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ഡേറ്റ് ഇതാക്കിയതിന് ശേഷം കാണാം. A few moments later. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല മഴയുണ്ട് ഗൈസ്, അത്യാവശ്യം നല്ല മഴയുണ്ട്. അതുപോലെ ഏകദേശം ഒരു ഈവനിങ് ടൈമിലാണ് നമുക്ക് മഴ പെയ്തത്. നമ്മളെന്തെങ്കിലും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ മഴയിൽ തന്നെ നമുക്ക് വീട് പണിയാം ഗൈസ്. എന്തായാലും നമ്മൾ ഒരു വുഡ് എടുത്തിട്ട് നമുക്ക് ഇവിടെ അവിടെ വുഡ് എടുത്ത് വെക്കാം. ബാക്കി നമുക്ക് അങ്ങ് പ്ലാങ്ക് വെച്ച് അങ്ങോട്ട് പോവാം ഗൈസ്. കാരണം നമ്മൾ പ്ലാങ്ക് വെച്ച് നമ്മൾ ഏകദേശം ഒരു 9 അടിയാണ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കൂട്ടൻ നിന്നെയൊക്കെ സൈസാക്കും. എന്തായാലും നമുക്ക് ഇപ്പോൾ ആവശ്യത്തിന് ഫുഡുണ്ട്, ഫുഡില്ലാത്തപ്പോൾ നിന്നെയൊക്കെ സൈസാക്കും. എന്തായാലും നമുക്ക് 7 അടി 9 നമ്മൾ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മൾ 9 അടി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ആയിട്ട് അവിടേക്കും കൂടെ ചെയ്യാം. അവിടെ നമ്മൾ ഏകദേശം ഒരു 11 ആ ഒരു ലെവലാണ് നോക്കുന്നത്. നമുക്ക് 11 അടിയാണ് നമ്മൾ തൽക്കാലം വെച്ചേക്കണത്. എന്താ ചെറിയൊരു വീടാണ്, ഒരു പെട്ടി പോലത്തെ വീടാണ്. വലുതായിട്ട് നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരു ചെറിയൊരു വീടാണ്. നമുക്ക് തൽക്കാലത്തേക്ക് നിൽക്കാനാണ്. അതുപോലെ ഇത് ഭയങ്കര ചെറിയ എപ്പിസോഡാവാൻ ചാൻസ് ഉണ്ട്, കാരണം പെട്ടെന്ന് നമ്മൾ വീട് വേണ്ടി തീർക്കുന്നതാണ്. അതുപോലെ ഇപ്പുറത്തും കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടെ നമ്മുടെ വുഡ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു പ്ലാങ്ക് വെച്ചേക്കാം. നമുക്ക് പ്ലാങ്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇനി കെട്ടിപ്പൊക്കണം. അപ്പോഴത്തേക്ക് നൈറ്റായിട്ട് ഭയങ്കര മഴയാണ്. ഈ മഴയത്ത് പണിയെടുക്കുന്നത് ഭയങ്കര അലമ്പാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ വുഡ് വെച്ച് പൊക്കി വെക്കാം. ഏകദേശം നമ്മൾ 4 ബ്ലോക്ക് ഹൈറ്റാണ്. അപ്പോൾ 1 നമ്മൾ ഓൾറെഡി വെച്ചു, ഇനി 3 കൂടെ പൊക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും 4 സൈഡ് എന്തായാലും അത് ചെയ്തെടുക്കണം. അപ്പോൾ അതേപോലെ നമുക്ക് കുറേ പരിപാടി ഉണ്ട് ഗൈസ്. നമുക്ക് ഫാം ഉണ്ടാക്കണം ഗൈസ്. അതുപോലെ നമുക്ക് ബ്രീഡർ ഉണ്ടാക്കണം, നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും നിങ്ങൾ എന്ത് വേണമെന്നൊക്കെ കമൻറ്റ് ചെയ്യുക, നമ്മൾ അതേപോലെ ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നേരെ പോയിട്ട് ഇതും കൂടെ അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം ഗൈസ്. നമ്മൾ എന്തെങ്കിലും ആ ഫ്രണ്ടത്തെ നമുക്ക് ഡോർ ഇതാക്കണമെന്ന് നമ്മൾ അതും കൂടെ അങ്ങ് ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പുറത്തും 3-2 ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലെഫ്റ്റ് സൈഡിലായിരിക്കും നമുക്ക് ഇത് വെക്കാൻ സുഖം ഗൈസ്. എന്തായാലും അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ അതും കൂടെ പൊട്ടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ചെറിയ ജനൽ വെക്കാം ഗൈസ്. നമ്മൾ അപ്പുറത്തെ സൈഡ് എന്തായാലും നമുക്ക് ഫുൾ ശരിയാക്കാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതാക്കണം. നൈറ്റ് ആയിട്ട് ഗൈസ്, എന്തായാലും പോയി കിടന്നുറങ്ങണം. നമുക്ക് അതും കൂടെ അങ്ങ് വേഗം വെച്ചിട്ട് റെഡിയാക്കാം. പിന്നെ അപ്പുറത്തെ സൈഡും കൂടെ വെച്ചിട്ട് നമുക്ക് വേഗം പോയി കിടന്നുറങ്ങാം. അപ്പുറത്തെ സൈഡും കൂടെ അങ്ങ് വെച്ചേക്കാം. നല്ല മഴ തന്നെയാണ്. അപ്പുറത്തെ സൈഡും കൂടെ വെച്ചിട്ട് നമുക്ക് നേരെ പോയി കിടന്നുറങ്ങി രാവിലെ ബാക്കി പണി നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിച്ച് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെയും കൂടെ അങ്ങ് ബ്ലോക്ക് വെച്ച് ശരിയാക്കാം. നമുക്കതിന് റൈറ്റ് സൈഡ് എന്തായാലും ഫുൾ അങ്ങ് ഇതാക്കി എടുത്തേക്കാം. അതേപോലെ നമ്മുടെ ലെഫ്റ്റിൽ നമ്മളൊരു ചെറിയ പാളിയും വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ എന്തായാലും പോയിട്ട് വേഗം ഇതും കൂടെ റെഡിയാക്കി എടുത്തേക്കാം. നമ്മൾ ബാക്ക് സൈഡ് മാത്രമാണ് ഫുൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി 2 സൈഡും നമ്മൾ എന്തായാലും ജനൽ വെക്കുകയാണ്. അത്യാവശ്യം വലിയ ജനൽ തന്നെയാണ്. അത് ഏകദേശം 3 ബ്ലോക്ക് വലുപ്പത്തിലുള്ള ജനലാണ് നമ്മൾ വെച്ചേക്കുന്നത്. എന്തായാലും ബാക്ക് സൈഡ് നമുക്ക് ഫുള്ള് കവർ ചെയ്തെടുക്കാം. കാരണം ബാക്ക് സൈഡ് നമുക്ക് അത്യാവശ്യം ഡേർട്ടിൻ്റെ ഒരു ഇത് വരുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ബാക്ക് സൈഡ് ഫുൾ നമുക്ക് ഇതാക്കി എടുക്കാം. അതുപോലെ ഒരു ചെറിയ വീടാണ് ഗൈസ്, ഒരു പെട്ടിക്കൂട് പോലത്തെ വീടാണ്. അതുപോലെ നമുക്ക് ഈ സർവൈവൽ സീരീസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതാക്കുന്നത്. പിന്നെ നമ്മൾ MZRP പോലത്തെ സംഭവം തുടങ്ങണമെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കമൻറ്റ് അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് ഗൈസ്. നമ്മളെ ഫ്രണ്ട്സ് ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്. എന്തായാലും നമുക്ക് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഓണം വെക്കേഷൻ ആയിരിക്കും മിക്കവാറും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ സർവർ എന്തായാലും തുടങ്ങണം. അതേപോലെ നമ്മൾ ഡോറിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് നിലം കൂടെ ചെയ്ത് ഫൈനലി നമ്മൾ കുറച്ച് സമയം കൂടെ എടുത്തതിന് ശേഷം നമ്മൾ എന്തായാലും ഫ്ലോറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബാക്കിൽ പോയിട്ട് നമ്മളെ മേൽക്കൂരയും കൂടെ ശരിയാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിൽ കൂടെ പോയിട്ട് നമ്മളെ മേൽക്കൂരയിലേക്ക് കയറി നമുക്ക് ബാക്കും കൂടെ ശരിയാക്കി എടുക്കാം. ഡേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കയറി കൊടുക്കാം. ക്രീപ്പർ ചത്ത് നമുക്ക് ക്രീപ്പർ ഇതാക്കി സ്ഥലം റെഡിയാക്കിയതിന് ശേഷം കാണാം. വയസ്സ് നമ്മൾ കുറച്ച് നേരം ടൈം എടുത്തിട്ട് നമ്മൾ എന്തായാലും ബാക്കിയും കൂടെ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ എന്തായാലും മേലെ കയറി പോവാം. ക്രീപ്പർ ഭയങ്കര ശല്യമാണ്, ഫുൾ പൊട്ടിച്ച് നശിപ്പിക്കും. എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ ചുറ്റും ടോർച്ച് വെച്ചാൽ നമ്മൾ മോൺസ്റ്റേഴ്സ് ഒന്നും സ്പോൺ ആവില്ല. എന്തായാലും നമുക്കിവിടെ ഒരടിയും കൂടെ ബ്ലോക്കും കൂടെ പൊക്കാം കഴിച്ച്. എന്തായാലും നമ്മളിപ്പോൾ ഒരു വുഡ് വെച്ചിട്ട് നമ്മൾ എന്തായാലും 4 സൈഡും കൂടെ ഒന്ന് പൊക്കിയെടുക്കാം. അതേപോലെ നമുക്ക് പൊക്കിയെടുത്തിട്ട് നമ്മുടെ പ്ലാങ്കും കൂടെ വെച്ചെടുത്തിട്ട് നമുക്ക് മേൽക്കൂര എന്തായാലും റെഡിയാക്കി എടുക്കണം.
നമുക്ക് ഈ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് പ്ലാങ്ക് വെക്കാം. അതേപോലെ നമ്മുടെ അടുത്ത ദിവസം നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കണം. അത് ഡയമണ്ട് കണ്ടുപിടിച്ചാൽ മാത്രം നമുക്കിവിടെ നെതർ പോർട്ടൽ ഇല്ലാത്തതാണ് ഈ ഭയങ്കര നെതർ പോർട്ടൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് കണ്ടുപിടിക്കണം, ലാവ കണ്ടുപിടിച്ചാൽ ലാവയും ബക്കറ്റ് ഓഫ് വാട്ടറും വെച്ച് ഇതാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് മേൽക്കോലും കൂടെ റെഡി ആക്കിയതിന് ശേഷം കാണാം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളെ വീഡിയോ ആണ് ഫുൾ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ കിടിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീട് തന്നെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അതുപോലെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരണം. എന്തായാലും നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെ കൊണ്ടുവന്നതിന് ശേഷം കാണാം. 2000 years later. അങ്ങനെ ഫൈനലി ഗൈസ് ഏകദേശം കുറേ ടൈം എടുത്ത് നമ്മൾ ടോർച്ചും അതേപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ തന്നെ വീട് അത്യാവശ്യം കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഗ്രാസൊക്കെ അങ്ങ് പൊട്ടിച്ച് കളയാം. അതേപോലെ നമുക്ക് ഈ മുറ്റം കുറച്ചും കൂടെ നീട്ടണം ഗൈസ്. അതേപോലെ നമുക്ക് കുറച്ച് മുറ്റം നീട്ടണം. അതേപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നമുക്ക് മുറ്റം കൂടെ വെച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ മുറ്റവും ബാക്കി സംഭവങ്ങളൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മച്ചന്മാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിട്ടില്ലെങ്കിലും വീഡിയോസായി ഇനി നമ്മൾ വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാ മച്ചവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.